തൊണ്ടി മുതൽ തിരിമറി കേസിൽ കോടതി ശിക്ഷിച്ചതോടുകൂടി എം.എൽ.എയും മുൻ മന്ത്രിയുമായിരുന്ന ആന്റണി രാജുവിനെ പരിഹസിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. അടിവസ്ത്രത്തിൽ നിൽക്കുന്ന ചിത്രത്തിനോടൊപ്പം തന്നെ സെൻട്രൽ ജയിലിലേക്ക് സ്വാഗതം എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും എം.എൽ.എയുമായ ആന്റണി രാജുവിന് 3 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. നെടുമങ്ങാട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 32 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ വിധി പറഞ്ഞത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം, കള്ള തെളിവുണ്ടാക്കലിന് 3 വർഷം, വ്യാജരേഖ ചമയ്ക്കലിന് 2 വർഷം എന്നിങ്ങനെയാണ് ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി KS ജോസും കേസിൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു. ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി എന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ്. ശിക്ഷാവിധിയിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ആന്റണി രാജു MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, കുറ്റക്കാരൻ ആണ് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ പാർട്ടി മന്ത്രിയാക്കി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആന്റണി രാജുവിനെ ശിക്ഷിച്ചതിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് BJP നേതാവ് MT രമേശും രംഗത്ത് വന്നു. ആന്റണി രാജുവിനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് സംസ്ഥാന സർക്കാർ. സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ പൊയ്മുഖമാണ് കോടതി വിധിയിലൂടെ പൊളിഞ്ഞു വീണത് എന്നും MT രമേശ് പറഞ്ഞു. എന്നാൽ വിധി വന്നതിന് ശേഷം പ്രതികരിക്കാതെ മാധ്യമങ്ങളെ ഒഴിവാക്കുകയായിരുന്നു ആന്റണി രാജു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് 3 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത്. നെടുമങ്ങാട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 32 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചനയ്ക്ക് 6 മാസക്കാലം, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം, കള്ള തെളിവുണ്ടാക്കലിന് 3 വർഷം, വ്യാജരേഖ ചമയ്ക്കലിന് 2 വർഷം എന്നിങ്ങനെയാണ് വിധിന്യായം. കേസിൽ ആന്റണി രാജു MLA കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചതോടുകൂടി സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കൽ കുറ്റവും തെളിഞ്ഞുവെന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു. ഒന്നാം പ്രതി KS ജോസും കേസിൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു. ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാനായി തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി എന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ്.